2,40,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഫാക്ടറി. അവിടെ 450 പരം സ്റ്റാഫുകളും റോബോട്ടുകളും മറ്റു മെഷീനുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ 2.2 മില്യൺ TV യൂണിറ്റുകൾ അവർ നിർമ്മിക്കുന്നു. ഇത്രയും ശേഷിയുള്ള ആ ഒരു ഫാക്ടറി അത് ഇപ്പോൾ മറ്റൊരു രാജ്യത്താവും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അത് അവിടെയല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു TV ആണിത്. അവരുടെ ഗൂഗിൾ സീരീസിലുള്ള ഒരു TV. ഈ ഒരു TVയിൽ ഫീച്ചേഴ്സുകൾ മാത്രമല്ല അവർ ശ്രദ്ധിക്കുന്നത്, ഡിസൈനിലും മറ്റു കാര്യങ്ങളിലും എല്ലാത്തിലും കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നത്. അപ്പോൾ അത്രയധികം പ്രത്യേകതയുള്ള ഈ ഒരു TVയുടെ ഫീച്ചേഴ്സ് നമുക്കിതൊന്ന് അൺബോക്സ് തന്നെ പരിചയപ്പെടാം. ദൈവ എന്ന ഈ ഒരു ബ്രാൻഡിനെ ഈ ഒരു ഗൂഗിൾ TV കൂടാതെ വെബ് OSലും കൂളിറ്റ OSലും ഒക്കെ പ്രവർത്തിക്കുന്ന TVകളുമുണ്ട്, അതും പല സൈസുകളിൽ. അപ്പോൾ അവരുടെ 4K റെസൊല്യൂഷനുള്ള HDR സപ്പോർട്ടുള്ള 55 ഇഞ്ചിൻ്റെ QLED TVയാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് കാണാൻ പോകുന്നത്. ഇത്തരത്തിൽ വളരെ സേഫായിട്ടാണ് കമ്പനി TV നമുക്ക് പാക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ബോക്സിൽ ഇത്തരത്തിലുള്ള ഇതിൻ്റെ 2 സ്റ്റാൻഡും റിമോട്ടും വാൾ മൗണ്ട് ചെയ്യാനുള്ള ബ്രാക്കറ്റും അനുബന്ധ ആക്സസറീസും താങ്ക്സ് കാർഡുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ദൈവയുടെ 55 ഇഞ്ചിൻ്റെ ഗൂഗിൾ TV. ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം നോക്കിയാൽ അറിയാം, ഇവിടെ ബോർഡർ വളരെ കുറവാണ്. അതായത് ബെസിലെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെത്. പിന്നെ ഈ ഒരു ഫ്രെയിം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ABS കൊണ്ടാണ്. ഫ്രണ്ട് സൈഡിൽ വളരെ ചെറുതായിട്ട് നമുക്ക് ദൈവ എന്ന ബ്രാൻഡിങ് കാണാം. ഇനി ഇതിൻ്റെ റിയർ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മെറ്റൽ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയിക്കോളും. റിയർ സൈഡിൽ നമുക്ക് കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ കാണാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഇൻപുട്ട്, RF ഇൻ, AV ഇൻപുട്ട്, LAN പോർട്ട്, 2 USB പോർട്ട്, 3 HDMI ഇൻപുട്ട്, 1 ARC സപ്പോർട്ട് ഉള്ളത്, പിന്നെ ഹെഡ്ഫോൺ സോക്കറ്റ്. ഇത്രയുമാണ് പുറകു സൈഡിൽ നമുക്ക് കാണാനാവുക. 3840 x 2160 പിക്സൽ റെസൊല്യൂഷനാണ് ഈ ഒരു ഡിസ്പ്ലേയുടേത്, അതായത് 4K റെസൊല്യൂഷൻ. അപ്പോൾ അതിൽ 60 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ്. എന്തായാലും പിക്ചറുകളൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് തരുന്നുണ്ട്. അത്തരത്തിൽ നല്ലൊരു പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഒരു TVയുടെ ഹോം ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് പല OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള സജഷൻസ് ആദ്യമേ കാണാം. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഈ ഒരു TVയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് തന്നെ ഇങ്ങനെ കാണാം നമുക്ക്. ഇനി അതിന് താഴെ വീണ്ടും നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത ഒരു കണ്ടൻറ്റ്, പിന്നെ കുറേയധികം സജഷൻസ് മറ്റുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇതുപോലെ കാണിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂവീസ് എന്ന ടാബിൽ കുറേയധികം സിനിമകൾ പല കാറ്റഗറികളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. കേട്ടോ, ത്രില്ലർ, റൊമാൻറ്റിക് ഫിലിം, ഇങ്ങനെയുള്ള കാറ്റഗറികളായിട്ട്. മറ്റൊരു ടാബിൽ TV ഷോസാണ് നമുക്ക് കാണിക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നിരവധി ആപ്ലിക്കേഷനുകൾ കാണാം. ആവശ്യമുള്ളത് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഈ ഒരു TVയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സും TVയും എല്ലാം തന്നെ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമുക്ക് സെറ്റിംഗ്സിൽ ആദ്യം ചാനലുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. പിന്നെ രണ്ടാമത്തേത് ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് എന്നാണ്. ഇതിൽ നമുക്ക് കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ പിക്ചർ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ മോഡുകൾ സെലക്ട് ചെയ്യാം. പിക്ചർ മോഡിൽ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡേർഡ്, ഡൈനാമിക്, സിനിമ, എക്കോ എന്നിങ്ങനെ നിരവധി മോഡുകൾ കാണാൻ സാധിക്കും. കണ്ടോ, നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ടുള്ള ഒരു കളർ തീം തന്നെ അതിലൂടെ സെലക്ട് ചെയ്യാം. HDR 10+ സപ്പോർട്ടും HLG സപ്പോർട്ടൊക്കെ ഉള്ള ഒരു TV ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാണ് ഈ കാണുന്ന കോർണറിൽ എഴുതി കാണിക്കും. നമുക്കൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ HDR എന്ന് എഴുതി കാണിച്ചു. ഇപ്പോൾ ഇവിടെ HLG എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ HDR വീഡിയോകളാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ HDR സ്റ്റാൻഡേർഡ്, HDR ഡൈനാമിക്, HDR സിനിമ, HDR എക്കോ, HDR ജെന്റിൽ എന്നിങ്ങനെ നിരവധി പിക്ചർ മോഡുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് HDR വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതുപോലെ ആക്റ്റീവ് ആവുള്ളൂ. പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കളർ ടെമ്പറേച്ചർ, ഡൈനാമിക് കോൺട്രാസ്റ്റ്, നോയ്സ് റിഡക്ഷൻ എന്നിവയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഓഡിയോ സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ഓഡിയോ സെക്ഷനിൽ നമുക്ക് സൗണ്ട് മോഡുകൾ, പേഴ്സണൽ, അതുപോലെ ന്യൂസ്, മ്യൂസിക്, സിനിമ, സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ പേഴ്സണൽ എന്നത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇക്വലൈസർ ആക്ടിവേറ്റ് ആക്കി അത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുക.
അപ്പോൾ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടോൺ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഈ ഒരു ഇക്വലൈസർ ഉപയോഗിക്കാം. കേട്ടോ, പേഴ്സണലൈസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് മാറ്റം വരും. 2 സ്പീക്കറുകളാണ് ഇതിലുള്ളത്. 24 വാട്ടാണ് ഓഡിയോ ഔട്ട്പുട്ട്. ഇനി ഇത് കൂടാതെ മറ്റു ചില സൗണ്ട് സെറ്റിംഗ്സുകൾ കൂടി ഇതിൽ ലഭ്യമാണ്. അതായത് സറൗണ്ട് മോഡിൽ നമുക്ക് പ്യുവർ സൗണ്ടും ഉണ്ട്, അതിൽ സറൗണ്ട് മോഡും ആക്ടിവേറ്റ് ചെയ്യാം. ആ സറൗണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് ഒരു 12 ലെവൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡോൾബി ഓഡിയോ സപ്പോർട്ടും ഇതിനുണ്ട്. അപ്പോൾ സിനിമയെ കാണുമ്പോൾ ഒരു രസമായിരിക്കും അത്. മറ്റൊന്ന് സൗണ്ട് ഒള്ളി മോഡാണ്. നമ്മൾ യൂട്യൂബിൽ നിന്നൊരു മ്യൂസിക്കൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വിഷ്വൽ ഓൺ ആക്കിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ശബ്ദം മാത്രമാക്കുന്ന രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ 5-6 സെക്കൻഡിനുള്ളിൽ ഇപ്പോൾ ഡിസ്പ്ലേ ഓഫായി കിടക്കും. പക്ഷെ അതേസമയം നമുക്ക് ആ സൗണ്ട് കേൾക്കാനും സാധിക്കും. മറ്റൊന്ന്, ഇതിലൊരു പാരന്റൽ കൺട്രോൾ ലഭ്യമാണ്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ഒരു TV ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള സെറ്റിംഗ്സ് ഇവിടെ ലഭ്യമാണ്. ഇതിൽ ഗൂഗിൾ അസിസ്റ്റന്റ് സപ്പോർട്ട് ലഭ്യമാണ്. അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് മൈക്ക് ബട്ടൺ കാണാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. ഓപ്പൺ യൂട്യൂബ് ആൻഡ് സെർച്ച് രതീഷ് ആർ മേനോൻ. കണ്ടോ, സിമ്പിൾ. ഇനി നെറ്റ്വർക്ക് കണക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലാൻ കേബിളും കണക്ട് ചെയ്യാം, അതിൽ വൈഫൈയും കണക്ട് ചെയ്യാം. അത് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടഡ് ആണ്. 2 GB റാമും 16 GB സ്റ്റോറേജുമുള്ള ഈ ഒരു TV-യിൽ ഗൂഗിൾ TV വേർഷൻ 3യുടെ ലോഞ്ചറാണുള്ളത്. കാസ്റ്റിംഗ് സൗകര്യവും ഈ ഒരു TV-യിൽ 37,999 ഈ ഒരു TV-യുടെ റെഗുലർ പ്രൈസ്. അതേസമയം ഫെസ്റ്റിവലുകൾ വരുമ്പോൾ നല്ലൊരു ഡിസ്കൗണ്ടും കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലൂടെയാണ് ഇപ്പോൾ വിൽപ്പന. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ എത്രയാണ് റേറ്റ് എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ശരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്, അതായത് ഡീറ്റെയിലിംഗ് തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാലേ അറിയാം, അതല്ലേ ഈ ഒരു ബ്ലാക്ക് ഭാഗമായാലും അല്ലെങ്കിൽ ആ ഒരു കളർ ഭാഗമായാലും അതൊക്കെ തന്നെ വളരെ എടുത്ത് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റേത്. ഓഡിയോയും നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് തരുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റി ഉള്ളൊരു ഓഡിയോ തന്നെയാണ് ഇതിൻ്റേത്. അങ്ങനെ പിന്നെ ഈ പെർഫോമൻസ് സൈഡ് നോക്കി കഴിഞ്ഞാലും നമുക്ക് ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. 1 വർഷം കമ്പനി ഇതിന് വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു TV-യെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുകൂടി പ്രധാനമാണല്ലോ. അപ്പോൾ അത് വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.